ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴിക്കോട് കടലുണ്ടിയിലുള്ള ഒരു റിസോർട്ടിനെ കുറിച്ചാണ്. മാലയം റിസോർട്ട് എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് മാലയം റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. കടലുണ്ടി പുഴയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു റിസോർട്ടാണ്. ഒരുപാട് ആഷ് പുഷ് ആയിട്ടോ 3 സ്റ്റാർ 5 സ്റ്റാർ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഹോംലി ഫീൽ കിട്ടുന്ന റിസോർട്ടിൽ നമുക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക. ന്യൂസാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ നല്ല ഇലിമ്പമ്പുളി കിട്ടി. അപ്പോൾ അതിങ്ങനെ ആട്ടുതൊട്ടിലിൽ കിടക്കുകയാണ്. അടിപൊളിയാണ്. ഒരു വീടാണ്. അവരുടെ മക്കളെല്ലാം വിദേശത്താണ്. ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ അവിടെ. അവർക്ക് അവരുടെ ഏജ് ആയപ്പോഴത്തേക്ക് മക്കളെല്ലാം പുറത്തു പോയപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണമെന്ന് തോന്നിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു റിസോർട്ടാണ്. വളരെ ഭംഗിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റിസോർട്ടാണ്. ഇതേപോലെയുള്ള ഊഞ്ഞാലും പിന്നെ അതേപോലെ കടലുണ്ടി പുഴയിലോട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഹരമായ ഹട്ടും ഒക്കെ സജ്ജീകരിച്ചുകൊണ്ടാണ് നല്ലൊരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഹോംലി ഫീൽ തരുന്ന നല്ലൊരു റിസോർട്ടായിരുന്നു മാലയം റിസോർട്ട്. ഫാമിലീസ് ആയിരുന്നു ഈ റിസോർട്ടിൽ പോയിരുന്നത്. ഞങ്ങൾ 4 പേരും പിന്നെ നൂബി ഹസ്ബൻഡും മോളും. അപ്പം ഞങ്ങൾ ഇത്രയും പേരുമാണ് ഇവിടെ പോയത്. അടിപൊളിയായിട്ടാണ് അവർ ലോണൊക്കെ അറേഞ്ച് ചെയ്തത്. രാത്രിയാകുമ്പോൾ അവിടെ ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ഇട്ട് ഫുഡ് നമുക്ക് പുറത്തുനിന്ന് വരുത്തിച്ചിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. ഇതായിരുന്നു അവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു ഏരിയ. അവരും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ ഡബിൾ ബെഡ്റൂമും അവൈലബിൾ ആണ്, ഡുപ്ലെക്സ് റൂമും അവൈലബിൾ ആണ്. ഇതേപോലെ കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ ചെറുതായിട്ടൊക്കെ ഫിഷിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇതേപോലെ എന്താ പറയുക, അവർക്ക് കളിക്കാനും അവർക്ക് ഫുൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ്. തൊട്ടടുത്ത് കടലുണ്ടി പുഴയാണ്. അവിടെ ഒരുപാട് വെറൈറ്റി ബേർഡ്സൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബോട്ടിങ്ങും ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷെ കുറച്ച് മഴയുണ്ടായത് കാരണം ഞങ്ങൾക്ക് ബോട്ടിങ് കിട്ടിയില്ല. ഇത് ഈ റിസോർട്ടിൻ്റെ ഓണറുടെ തറവാടാണ്. തറവാട് വീട് അമ്പാളിപ്പറമ്പ് തറവാട്, മാട്ടുമ്മൽ തറവാട് എന്നാണ് അറിയപ്പെടുന്ന ഒരു 100-150 വർഷം പഴക്കമുള്ള ഒരു തറവാടാണ്. അതവർ റിനോവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് കുറേ സമയം ഞങ്ങൾ ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഥകളൊക്കെ പറഞ്ഞ് സൊറയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അടിച്ചുപൊളിച്ച് ചില്ല് ചെയ്തു. നല്ലൊരു വൈബായിരുന്നു. ഇതാണ് ഞാൻ ഈ റിസോർട്ടിൻ്റെ ഓണറായ ഹസ്ബൻഡും വൈഫും. ഒരു നല്ല പട്ടിക്കുട്ടിയുണ്ട്. ഈ റിസോർട്ടിലുള്ള റൂംസിലൊക്കെ അവരുടെ മക്കൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇതെൻ്റെ അച്ഛനും അമ്മയും നടത്തുന്നതാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം, അവിടെ എഴുതി വെക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും അടിപൊളിയായിട്ട്